ഒരു കുഞ്ഞു കഥ പറയാം. ഓഫീസിലെ കോറിഡോറിലൂടെ നടക്കുമ്പോൾ അവൾ പുറകിൽ നിന്ന് അടക്കം പറച്ചിലും ചിരിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇത്രയും സംഭവിച്ചിട്ടും ഇവൾക്ക് ഇത്ര ആത്മവിശ്വാസം എവിടുന്ന് കിട്ടി? മുടിഞ്ഞ അഹങ്കാരം തന്നെ. നമ്മളോട് മിണ്ടാൻ വല്ലാത്ത മടിയാ. രാജകുമാരിയാണെന്നാ വിചാരം. അവളെല്ലാം കേട്ടു. അവൾ കൂടി കേൾക്കണമെന്ന് പറഞ്ഞവർക്ക് നിർബന്ധമുണ്ടായിരുന്നതിനാൽ ഒരക്ഷരം പോലും മിസ് ചെയ്തില്ല. പക്ഷെ അവർ പ്രതീക്ഷിച്ചതുപോലെ അവൾ തിരിഞ്ഞു നിന്നില്ല, വാദിച്ചില്ല, ഒന്നും വിശദീകരിച്ചുമില്ല. മെല്ലെ നടന്ന് അവൾ തൻ്റെ ഇരിപ്പിടത്തിലെത്തി. മേശയിലെ ഫയൽ തുറന്നു, നന്നായി ശ്വാസമെടുത്തു, വീണ്ടും തൻ്റെ ജോലിയിൽ മുഴുകി. കാരണം അവൾക്കറിയാം, ഇവിടെ സമയം ചിലവാക്കേണ്ടത് അന്യരുടെ കുത്തുവാക്കുകളോടല്ല, സ്വന്തം സ്വപ്നങ്ങളോടാണ്. 2 ദിവസം മുൻപെയാണ് സ്വന്തം നാട്ടുകാരി ട്രാൻസ്ഫറായി അവളുടെ ഓഫീസിൽ ജോയിൻ ചെയ്തത്. പൊതുവെ അവളോട് ദേഷ്യം വെച്ചു പുലർത്തിയിരുന്ന നാട്ടുകാരിക്ക് അവളുടെ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യവും അരിഷ്ടത നിറഞ്ഞ യൗവനവും ഓഫീസിലുള്ളവരോട് വിളമ്പുന്നതിന് 2 ദിവസം ധാരാളമായിരുന്നു. ഓഫീസിലെ മികച്ച ജീവനക്കാരിയായി എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന അവളെ ഇകഴ്ത്താൻ കിട്ടിയ ആ അവസരം മറ്റുള്ളവർ കളഞ്ഞുമില്ല. അതെ, ദാരിദ്ര്യം കാർന്നു തിന്ന ബാല്യമായിരുന്നു തൻ്റേത്. പട്ടിണിക്കോലങ്ങളായിരുന്നു താനും സഹോദരങ്ങളും. എന്നാൽ അതോർത്ത് ശിഷ്ടജീവിതം നശിപ്പിക്കാൻ തനിക്ക് മനസ്സില്ല. കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം ചവിട്ടിക്കയറിയ പടവുകൾ പരദൂഷണമെന്ന ചങ്ങലയ്ക്കുള്ളിൽ തളച്ചിടാൻ സമ്മതവുമില്ല. വിവേകികൾ അങ്ങനെയാണ്. അവർ കേൾക്കുന്നില്ലെന്ന് മറ്റുള്ളവർ കരുതും, എന്നാൽ അവർ എല്ലാം അറിയും. പുറകിൽ നിന്നുള്ള കുത്തുവാക്കുകളും ചൂഷണങ്ങളും പരിഹാസങ്ങളും എല്ലാം. അവർ മൗനം പാലിക്കുന്നത് അവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല, ബോധമില്ലാത്തത് കൊണ്ടുമല്ല. കാരണം അവർക്കറിയാം, എല്ലാ ശബ്ദത്തിനും മറുപടി നൽകേണ്ടതില്ല. ഒരു ശക്തനായ വ്യക്തിക്ക് തൻ്റെ ഊർജത്തിൻ്റെ വില അറിയാം. മൂഢന്മാരുടെ വാക്കുകളിൽ അത് പാഴാക്കാൻ അവർ തയ്യാറല്ല. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർ വളരുകയാണ്. മറ്റുള്ളവർ അവരെ താഴെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉയരുകയാണ്. നിശബ്ദരായി, ആത്മവിശ്വാസത്തോടെ, അഭിമാനത്തോടെ. അവരുടെ മൗനം ദൗർബല്യമല്ല, അത് സ്വാഭിമാനമാണ്. അതുതന്നെയാണ് അവരുടെ ശക്തി. കാരണം അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട്. അവരെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് മുന്നിൽ സ്വയം വിശദീകരിക്കാൻ, സമയം പാഴാക്കാൻ അവർക്ക് മനസ്സില്ല.